മാർച്ച് 8 ലോകമെമ്പാടുമുള്ള വനിതകൾക്കായി ഒരു ദിനം. ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം, തൊഴിൽ, കുടുംബം തുടങ്ങി ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളിലുമുള്ള വനിതകളുടെ അവകാശങ്ങൾ, തുല്യത, പങ്കാളിത്തം എന്നിവയെക്കുറിച്ച് ഓർക്കാനും സ്വന്തം കർമ്മ മേഖലകളിൽ സ്ത്രീകൾ നടത്തുന്ന മുന്നേറ്റങ്ങളെ അടയാളപ്പെടുത്താനുമാണ് ഓരോ വർഷവും വനിതാ ദിനാചരണം നടത്തുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് മറ്റൊരു വനിതാ ദിനം കൂടി കടന്നു പോകുന്നതെന്ന് നാം ഓർക്കണം. ഇത് സ്ത്രീ മുന്നേറ്റക്കാലം. നീതിക്കായി, അവകാശത്തിനായി, സ്വാതന്ത്ര്യത്തിനായി, സമത്വത്തിനായി, സ്ത്രീ സുരക്ഷയ്ക്കായി. അവകാശങ്ങളല്ല, സുരക്ഷയാണ് എനിക്ക് വേണ്ടത്. പുറത്തു പോയാൽ വീട്ടിൽ സുരക്ഷിതയായി തിരിച്ചെത്തുമെന്ന ഉറപ്പ്. ജോലിസ്ഥലങ്ങളിൽ ഞാൻ സുരക്ഷിതയാണ് എന്ന ഉറപ്പ്. പൊതുവിടങ്ങളിൽ ഞാൻ ഭയപ്പെടേണ്ടതില്ല എന്ന ഉറപ്പ്. ഇന്ന് ഞാൻ സുരക്ഷിതയാണെങ്കിൽ ഇന്നലെ ഞാൻ ഏതോ അതിക്രമത്തെ അതിജീവിച്ചവളാണ്. നീ വെറും പെണ്ണാണെന്ന പരാമർശം ഇനി വിലപ്പോവില്ല. അതേസമയം തന്നെ ഈ ലോകത്ത് എനിക്കും സുരക്ഷിതമായി ജീവിക്കുവാൻ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കും കൂടിയാണ്. അന്താരാഷ്ട്ര വനിതാ ദിനം ഉയർത്തുന്ന സന്ദേശം അതാണ്. പ്രിയമുള്ളവരെ, മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ ഭാഗമായി വനിതാ ദിനം ആചരിക്കുന്ന പഴവേട് വിജ്ഞാനി പ്രദായിനി വായനശാലയിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ പേരെയും അമ്പലപ്പുഴ താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. നമ്മൾ എല്ലാ വർഷവും മാർച്ച് 8 വനിതാ ദിനമായി ആചരിക്കുകയാണ്. 1912 ന്യൂയോർക്കിൽ ഒരു സൂചി നിർമ്മാണ ഫാക്ടറിയിൽ നടന്ന വനിതകളുടെ സമരത്തിൻ്റെ തുല്യ വേതനവും വോട്ടവകാശവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വനിതകൾ നടത്തിയ സമരത്തിൻ്റെ അനുസ്മരണയ്ക്കായിട്ടാണ് 1975 UNO മാർച്ച് 8 വനിതാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. നമ്മൾ ഈ മാർച്ച് 8 വനിതാ ദിനമായി ആചരിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് പല സാമൂഹ്യ സംഘടനകളും ഈ ദിവസം സമുചിതമായി ആഘോഷിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു ദിവസം മാത്രം കൊണ്ട് തീരേണ്ട ഒരു ദിവസമല്ല ഇത്. വനിതകളെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ അവിഭാജ്യമായ ഒരു ഘടകമാണ്. നമുക്കറിയാം, പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് വീട്ടിൽ അവരുടെ അടുക്കളയിൽ മാത്രം ഒതുങ്ങിയിരുന്ന സ്ത്രീകളെ അവരുടെ ജോലിയെന്ന് പറയുന്നത് വയ്ക്കുവാനും വിളമ്പാനും പ്രസവിക്കാനും മാത്രമുള്ള ഉത്തരവാദിത്വം മാത്രമായിട്ട് ഒതുങ്ങിയിരുന്നവരിൽ നിന്നും സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി പഴയകാലം മുതൽ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പൊതുവിപ്ലവ പ്രസ്ഥാനങ്ങളും ഏറ്റെടുത്ത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നീ കാണുന്ന രീതിയിൽ വനിതകൾക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ നമ്മൾ പറയുമ്പോൾ സമൂഹത്തിൽ ഇന്ന് പുരുഷാധിപത്യം നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. സ്ത്രീകൾക്ക് തുല്യ അവകാശമെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ സമൂഹത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും സ്ത്രീകൾ ദുരിതമനുഭവിക്കുന്ന ഒട്ടേറെ പ്രദേശങ്ങളുണ്ട്. അതിന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് കുറേ മാറ്റങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. കേരളത്തിലെ ഭരണകർത്താക്കൾ കൊണ്ടുവന്ന ആശയങ്ങൾ, അത് 50% സംവരണം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണ സാരഥ്യത്തിലേക്ക് വരുന്നതിന് വേണ്ടി 50% സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തിയതിൻ്റെ കാര്യത്തിലാണെങ്കിലും കുടുംബശ്രീ വഴിയുള്ള സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും കേരളത്തിൽ അത് വളരെയേറെ പ്രയോജനപ്പെടുത്തിയെടുന്നതിലും ഇന്നും നമ്മുടെ ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ വളരെ പരിതാപകരമായി മാറിയിരിക്കുകയാണ്. അതിന് സമൂഹത്തിൽ പൊതുവായിട്ടുള്ളൊരു മാറ്റം നേടിയെടുത്താൽ മാത്രമേ നമ്മൾ ഈ ദിനവുമായി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടുവാൻ കഴിയത്തുള്ളൂ. 21ാം നൂറ്റാണ്ടിൽ കേരളം വളരെ പ്രബുദ്ധമാണെന്ന് പറയുമ്പോൾ പോലും കേരളത്തിൽ പോലും വനിതകളുടെ അവസ്ഥ ഇന്ന് നമ്മൾ നല്ലപോലെ ചിന്തിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഏറ്റവും അടുത്തത് ഒരു സിനിമ, ദ ഗ്രേറ്റർ ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ ഇവിടെ കാണുകയുണ്ടായി. അതിലൂടെ നമ്മളെ ഉന്നയിക്കുന്ന ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിനെ തന്നെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരാശയമാണ് ആ സിനിമയിലൂടെ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ഭരണകർത്താക്കളാണെങ്കിൽ തന്നെ ഇന്ത്യ ഭരിക്കുന്ന ചില MP മാരുടെയൊക്കെ പ്രസ്താവനകൾ സ്ത്രീകളുടെ
ഏറ്റവും പ്രധാനപ്പെട്ട ആർത്തവം എന്ന് പറയുന്നത്. ആ ആർത്തവ കാലങ്ങളിൽ പോലും അവരെ നികൃഷ്ടമായി കാണുകയും അത് അംഗീകരിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നു. ഒരു MP കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയത് ആ ആർത്തവകാലത്ത് സ്ത്രീകൾ ഭക്ഷണം പാകം ചെയ്താൽ അത് കഴിക്കുന്നവർ കാളയായി മാറുമെന്നും ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്ന സ്ത്രീകൾ അടുത്ത ജന്മത്തിൽ പട്ടിയായി മാറുമെന്നുമുള്ള ഇങ്ങനെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് സ്ത്രീകളെ പഴയ കാലത്തെ മനുസ്മൃതിയിൽ പറയുന്നത് പോലെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കാനുള്ള പ്രവൃത്തികൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയാണ് നമ്മൾ അതിശക്തമായ രീതിയിൽ പ്രക്ഷോഭം നടത്തുക. പണ്ടുകാലത്ത് നമ്മൾ ഒട്ടേറെ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു. മാറുമറയ്ക്കാൻ പോലും അവകാശമില്ലാതിരുന്ന സ്ത്രീകളുടെ സമൂഹത്തിൽ നിന്നും ഇന്നീ കാണുന്ന രീതിയിൽ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്ത്രീക്ക് സാന്നിധ്യം ഉണ്ടാകാൻ അവർക്കൊരു അവസരം വന്നു കഴിഞ്ഞാൽ ഏത് മേഖലയിലും അവർ ഉന്നതമായി തന്നെ എത്തിച്ചേരുമെന്നുള്ളതിൻ്റെ ഒരൊറ്റ ഉദാഹരണമാണ് ഇന്നത്തെ കേരളത്തിലെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറിൻ്റെ. ലോകത്തിലെ ഏറ്റവും ഉന്നതയായ 12 സ്ത്രീകളിൽ ഏറ്റവും പ്രധാനിയായി നമ്മുടെ ശൈലജ ടീച്ചർ മാറിയിരിക്കുന്ന അവർക്ക് ആ ഒരു ആരോഗ്യ വകുപ്പിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കിട്ടിയതിൻ്റെ ഭാഗമായ ആ ഒരു മാതൃകാപരമായുള്ള പ്രവർത്തനം നമ്മുടെ കൺമുന്നിൽ നിൽക്കുമ്പോൾ മുഴുവൻ വനിതകളെയും ശാക്തീകരിക്കപ്പെടേണ്ടതും സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഉന്നത സ്ഥാനങ്ങൾ കൊടുക്കുന്നതിന് സ്ത്രീകൾക്ക് ഉന്നത സ്ഥാനം കൊടുക്കുമ്പോൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ പുരുഷന്മാരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക, അല്ലാതെ പുരുഷന് മേലെയായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ഒരു കുടുംബത്തിൽ നിന്ന് വേണം അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കേണ്ടത്. ഒരു കുടുംബത്തിൽ ആ സ്ത്രീയെ അംഗീകരിച്ചാൽ മാത്രമേ സമൂഹത്തിലും സ്ത്രീകൾക്ക് അംഗീകാരം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ സ്ത്രീകൾ എത്ര ഉന്നത സ്ഥിതിയിൽ പോയാലും നമ്മൾ പുറത്തു പോയിട്ട് ഈ സമത്വം പ്രസംഗിക്കുന്നവർ പുറത്തു പോയി അകത്തോട്ട് കയറുമ്പോൾ ചെരുപ്പൂരി വിലയിൽ വെച്ചിട്ട് അകത്ത് കയറുന്ന രീതിയിൽ ആ സമത്വം പുറത്ത് വെച്ചിട്ട് അകത്ത് കയറേണ്ടവരല്ല നമ്മൾ. വീട്ടിലും സമൂഹത്തിലും എവിടെയാണെങ്കിലും സ്ത്രീകൾക്ക് തുല്യമായ സ്ഥാനം ലഭ്യമാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ ദിവസത്തിൽ കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അതോടൊപ്പം തന്നെ പഴവീട് വിജ്ഞാന പ്രദായിനി വായനശാല നടത്തുന്ന ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാർച്ച് 8 അന്തർദേശീയ വനിതാ ദിനമായി ആഘോഷിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്ക് പരസ്പരം അവരുടെ ചിന്തകളെയും ധാരണകളെയും പറ്റി വിപുലമായ ഒരു ബോധ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട് ആ നിലയിൽ സ്ത്രീകളെ പരിവപ്പെടുത്തുന്നതിന് രൂപപ്പെടുത്തിയ ഒരു ദിവസം. നിശ്ചയമായിട്ടും സ്ത്രീക്ക് ഇന്ന് വലിയ ദൃശ്യതയുണ്ട്. അത് സാമൂഹിക ജീവിതത്തിലായാലും രാഷ്ട്രീയ ജീവിതത്തിലായാലും അക്കാദമിക ജീവിതത്തിലായാലും സാഹിത്യ ജീവിതത്തിലായാലും സ്ത്രീയുടെ ദൃശ്യത ഇന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നാട് ഇന്ന് വളരെയധികം ഭേദപ്പെട്ടതാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടായെങ്കിലും ഒരുപക്ഷെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ഒരുപാട് ദൂരത്തേക്ക് നമ്മൾ നിർത്തിയെങ്കിലും നമ്മുടെ കരുതലുകൾക്കുള്ളിൽ വലിയ പാളിച്ചകൾ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ചുരുക്കി പറഞ്ഞാൽ യഥാർത്ഥവും പൂർണ്ണവുമായ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് വളരെ വിദൂരത്താണ് ഇന്ത്യയിലെയും ലോകത്തിലെയും സ്ത്രീകൾ ഇന്നും നിലകൊള്ളുന്നത്. അങ്ങനെ ജനാധിപത്യത്തിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് ഒരു സമൂഹം എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ അധികാരത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക വിചാരങ്ങളെ സാമാന്യമായി സ്ത്രീ ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടിയിരിക്കുന്നു. Some leaders are born in women എന്ന് ഊന്നി പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ ദൃശ്യത എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് നാം ആലോചിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്കായി ഉള്ള സംവരണം 50%.
കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 50% സീറ്റുകളിൽ പൊതു സീറ്റുകളിലടക്കം സ്ത്രീകൾ മത്സരിക്കുകയും അവിടെ അധികാരത്തിൻ്റെ ഭാഗമായി ധാരാളം സ്ത്രീകൾ മാറുകയും ചെയ്തു. അപ്പോൾ വാസ്തവത്തിൽ രാഷ്ട്രീയ ജീവിതത്തിൽ സ്ത്രീയുടെ ഒരു ദൃശ്യത ഊട്ടി വളർത്തുന്നതിനുള്ള വലിയ ഒരു ശ്രമമാണ് കഴിഞ്ഞ 15 വർഷക്കാലമായി കേരളത്തിൽ നടക്കുന്നത്. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ത്രീയുടെ ഒരു ഇടപെടലാണ്. ഇവിടെ ഒരു സംഘർഷം സാമൂഹിക ജീവിതത്തിൽ ഉണ്ടായോ എന്ന് നാം പരിശോധിക്കുന്നത് നന്നായിരിക്കും. തിരഞ്ഞെടുപ്പ് വേളകളിൽ ധാരാളം സ്ത്രീകളെ രാഷ്ട്രീയ പ്രവർത്തകർ സമീപിക്കുകയും അവരിൽ ചിലരൊക്കെ അത്തരത്തിലുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്രസക്തമായ ഒരു വികാരം പലരെയും ഭരിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ നാം അല്പം പോലും ലജ്ജിക്കേണ്ടതില്ല. ഔപചാരികമായ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ കക്ഷികളും തിരഞ്ഞെടുപ്പും നിയമസഭാ പ്രവേശനവുമൊക്കെ സ്ത്രീക്ക് നിശ്ചിതമായിരുന്നു എന്ന് പറയുന്ന ഒരു കാലത്തു നിന്നും മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരുവാനുള്ള വലിയൊരു ശ്രമം നടക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സ്ത്രീക്കു ലഭിച്ച ഒരു ദൃശ്യത നിയമസഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ എങ്ങനെയാകുമെന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇന്ന് കേരളത്തിൽ അത്തരത്തിൽ പൊതുരാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള സ്ത്രീയുടെ ദൃശ്യത വളരെ കുറവാണ്. ഇപ്പോൾ കാലാവധി പൂർത്തിയാക്കുന്ന നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ആ നിയമസഭയിൽ എത്ര സ്ത്രീ പ്രാതിനിധ്യം ഉണ്ട് എന്നുള്ളത് കൗതുകകരമാണ്. ഇടതുപക്ഷ കക്ഷികളിൽ ഏതാണ്ട് 10-ലധികം സ്ത്രീകൾ കഴിഞ്ഞ നിയമസഭയിൽ അംഗങ്ങളായിരുന്നു എങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ മാത്രമായിരുന്നു ഒരേ ഒരു പ്രതിനിധി എന്നതും നാം ആലോചിക്കണം. ബഹുഭൂരിപക്ഷം കക്ഷികൾക്കും നിയമസഭയിൽ സ്ത്രീ പ്രാതിനിധ്യം ഇല്ല എന്നതും വളരെ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയ ജീവിതത്തിൽ സ്ത്രീക്ക് ദൃശ്യത ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ രാഷ്ട്രീയ ജീവിതത്തിൽ സ്ത്രീക്ക് ദൃശ്യത ഇല്ല എന്നുള്ളത് ഇന്ത്യയുടെ എക്കാലത്തെയും ചരിത്രം വെച്ച് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ശ്രീമതി ഇന്ദിരാഗാന്ധി ദീർഘകാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു എങ്കിലും സ്ത്രീകളുടെ വർദ്ധിച്ച ഒരു പ്രാധാന്യം ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പൊ സ്ത്രീകളായ പ്രതിനിധികളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലാണ്. സ്ത്രീ ജീവിതത്തെ ഒരു പൊരുതുന്ന സംഭവമായി കാണുവാൻ അത് കുടുംബത്തിനകത്തും സമൂഹത്തിനകത്തും അവൾക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ അവൾ അനുഭവിക്കുന്ന ആ നീതിയുടെ രാഷ്ട്രീയം വളരെ ലജ്ജാകരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഔപചാരികമായ രാഷ്ട്രീയ ജീവിതം ഒരു സ്ത്രീയെ സംബന്ധിച്ച് കനത്ത വെല്ലുവിളികൾ നേരിടുന്നതാണ്. അതേത് രംഗത്തായാലും, സാമൂഹിക രംഗത്തായാലും, സാമ്പത്തിക രംഗത്തായാലും, അക്കാദമിക രംഗത്തായാലും ഒക്കെ തന്നെ സ്ത്രീയുടെ ദൃശ്യത വളരെ വളരെ കുറവാണ്. സർഗാത്മകമായ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീ പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞ് അത് ഏറെ വെല്ലുവിളികൾ അനുഭവിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, മലയാളത്തിലെ ഏറ്റവും പ്രമുഖയായ എഴുത്തുകാരി ലളിതാംബിക അന്തർജനം അവര് എങ്ങനെയാണ് അവരുടെ സർഗാത്മക ജീവിതം നയിച്ചിരുന്നത് എന്ന് അവരുടെ ആത്മകഥയിൽ പലപാട് പറയുന്നുണ്ട്. ഒരു കൈയിൽ കുഞ്ഞും മറുകൈയിൽ പേനയുമായി രാത്രിയിൽ കത്തിച്ചു വെച്ച മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിരുന്ന് എഴുതിയ ലളിതാംബിക അന്തർജനം സാമുദായിക ജീവിതത്തിന്റെ തത്രപ്പാടുകളിൽ നിന്ന്, കുടുംബജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളിൽ നിന്നാണ് അവര് അഗ്നിസാക്ഷി പോലെയുള്ള വലിയ രചനകൾ മലയാളത്തിന് സമ്മാനിച്ചത്. ലളിതാംബികയ്ക്ക് മുൻപ് ശ്രീമതി സരസ്വതിയമ്മയും
സാമൂഹിക ജീവിതത്തിൻ്റെയും കുടുംബ ജീവിതത്തിൻ്റെയും ഒക്കെ വിലക്കുകൾ മറികടന്നുകൊണ്ട് അരക്ഷിതയായ സ്ത്രീയെക്കുറിച്ച് അല്ലെങ്കിൽ സ്വപ്നം കാണാൻ കഴിയാത്ത സ്ത്രീയെക്കുറിച്ച് 1930കളിൽ എഴുതി. അവരുടെ പല കഥകളിലും തിങ്ങി നിൽക്കുന്ന വികാരമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനായി ജീവിക്കുന്ന സ്ത്രീയുടെ വിഹ്വലതകളാണ്. പിന്നീട് വന്ന എല്ലാ എഴുത്തുകാരിലും ഇത്തരത്തിലുള്ള വിഹ്വലതകൾ നിറഞ്ഞിരുന്നു. രാജലക്ഷ്മിയുടെ ഒരു വഴിയും കുറേ നിഴലുകളും, രമണി എന്നൊക്കെ പറയുന്ന നോവലുകളിൽ ഇത്തരത്തിലുള്ള വലിയ വേദനകളുള്ള സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എഴുതുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിക്കുന്ന സർഗാത്മക ജീവിതത്തിൻ്റെ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. ആ വലിയ ബുദ്ധിമുട്ടുകൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് സാഹിത്യത്തിൽ സ്ത്രീ തൻ്റെ സ്ഥാനം നേടുന്നത്. ഇന്ന് മലയാളത്തിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന KR മീര എന്ന് പറയുന്ന എഴുത്തുകാരി, അവരുടെ എഴുത്തുകാരുടെ സംഘർഷങ്ങൾ പൂർണ്ണമായും അനുഭവിച്ച സ്ത്രീയാണ്. പുരുഷന്മാരോടൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് അവർ മലയാളത്തിൻ്റെ സാഹിത്യ ജീവിതത്തെ ധന്യമാക്കുന്നത്. അപ്പോൾ എഴുതുക എന്ന് പറയുന്ന ഒരു നിശ്ചയദാർഢ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് എഴുത്തിനെ സർഗാത്മകമാക്കുവാൻ, അത് നമ്മുടെ സാമൂഹിക ജീവിതത്തിനുള്ളിൽ വലിയ ഒരു ദൃശ്യത പകരുവാനായിട്ട് സ്ത്രീ എഴുത്തുകാർക്ക് സാധിക്കുന്നുണ്ട് എങ്കിലും അവർ ഒരുപാട് കാര്യങ്ങളിൽ വലിയ കോംപ്രമൈസുകൾക്ക് വിധേയരായിക്കൊണ്ടാണ് അവരുടെ എഴുത്തിനെ സർഗാത്മകമാക്കുന്നത്. അത്തരത്തിലുള്ള ധാരാളം എഴുത്തുകാരികൾ ഇന്ന് മലയാളത്തിലുണ്ട്. കവിതയിലായാലും കഥയിലായാലും നോവലിലായാലും സിനിമയിലായാലും സാഹിത്യത്തിലൊക്കെ ആയാലും തന്നെ എഴുത്ത് ജീവിതത്തിൽ ദൃശ്യതയുള്ള ധാരാളം സ്ത്രീകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെയൊക്കെ എഴുത്തിനെ വളരെ സർഗാത്മകമാക്കുന്നത് അവരുടെ വളരെ വിപുലമായ അനുഭവ ലോകമാണ്. ആ അനുഭവ ലോകത്തിനകത്ത് നിന്നുകൊണ്ട് എഴുതുമ്പോൾ അവർ അനുഭവിക്കുന്ന കനത്ത വെല്ലുവിളി, ആ വെല്ലുവിളിയെ നേരിടുന്നതാണ് ഒരു സ്ത്രീ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദൃശ്യത. നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ ജീവിതത്തിലും ഇപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായ ശ്രീമതി KK ശൈലജ, അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, ഇവരൊക്കെ പൊതുസമൂഹത്തിന് പകർന്നു നൽകുന്നത് ഇത്തരത്തിലുള്ള വലിയ ഊർജമാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ മന്ത്രി പദത്തിൽ നിൽക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന ആരോപണങ്ങൾ, അതുപോലെ തന്നെ അവരെ നടത്തുന്ന വികസന പ്രക്രിയകൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് നടത്തുന്ന ശ്രമങ്ങൾ, ഒപ്പം തന്നെ അവരെ ഒരേ സമയം സ്ത്രീ എന്ന നിലയിലും അമ്മ എന്ന നിലയിലും ഭാര്യ എന്ന നിലയിലും അതേസമയം അവരുടെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സംഘർഷങ്ങളുമൊക്കെ വളരെ ഗൗരവതരമായി കാണേണ്ടതാണ്. അപ്പോൾ രാഷ്ട്രീയ ജീവിതത്തിൽ സ്ത്രീക്ക് ലഭിക്കുന്ന ഒരു ദൃശ്യതയും സാഹിത്യ ജീവിതത്തിൽ സ്ത്രീക്ക് ലഭിക്കുന്ന ഒരു ദൃശ്യതയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ കുടുംബശ്രീ പോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ ആകൃഷ്ടരായി ധാരാളം സ്ത്രീകൾ കേരളത്തിൻ്റെ പൊതുജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഒക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ അനുഭവിക്കുന്ന ഒരു സാമൂഹിക പ്രതിസന്ധിയുണ്ട്. ഒരേ സമയം ഒരു ഭാഗത്ത് കുടുംബവും മറുവശത്ത് തങ്ങൾക്കുള്ള രാഷ്ട്രീയമായ ഉത്തരവാദിത്വം തമ്മിൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ അതിന് വലിയ ഒരു പിൻബലമാകേണ്ടത് കുടുംബങ്ങളാണ്. അപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇരട്ട പദവിയല്ല, അതിലേറെ പദവികൾ ഒരേ സമയം നിർവഹിക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരവാദിത്തം വളരെ വലുതാണ്. എങ്കിലും ഒന്ന് തീർച്ചയാണ്, പൊതുസമൂഹത്തിനുള്ളിൽ നിന്നുകൊണ്ട് പലപാട് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്തം വളരെ വലുതാണ് എന്ന് മാത്രമല്ല, അതിൻ്റെ പരിധി ഏറെ വിസ്തൃതമാകുന്ന ഒന്നുകൂടിയുണ്ട്. അപ്പോൾ ഈ പല പ്രശ്നങ്ങളിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചുംബന സമരവും ആർത്തവ സമരവും ശബരിമല സമരവും ഒക്കെ, ഈ സമരത്തിലൊക്കെ സ്ത്രീകളുടെ ഒരു വലിയ പങ്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശബരിമല പോലെയുള്ള വിവാദ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടും ഇറങ്ങിയത് സ്ത്രീകളാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിശ്വാസമാണോ സാംസ്കാരിക തലമാണോ എന്നതല്ലായിരുന്നു ഒരു വലിയ വിഷയം. അവരെങ്ങനെയോ അതിലേക്ക് ആകർഷിക്കപ്പെടുകയും ആ സമരത്തിൽ സജീവമായ ഭാഗമാവുകയും ചെയ്തു. അതേസമയം ചുംബന സമരവും ആർത്തവ സമരവും പോലെയുള്ള സമരമുഖങ്ങളിലേക്ക് എത്തപ്പെട്ടത് കൂടുതലും ചെറുപ്പക്കാരായ അല്ലെങ്കിൽ വളരെ ആക്ടിവിസ്റ്റുകളായ സ്ത്രീകളാണ്. അപ്പോൾ സമരങ്ങളെ സംബന്ധിച്ച് മുഖ്യധാരയിലേക്ക് വരുന്ന അല്ലെങ്കിൽ അതിൽ ഇടപെടുന്ന സ്ത്രീകളുടെ നിലപാടും നിലനിൽപ്പും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന സമരങ്ങൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള പലവിധ വിചാരങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ആ സമരങ്ങളിലേക്കുള്ള ഒരു സ്ത്രീകളുടെ പങ്കാളിത്തം നമ്മളൊന്ന് ആലോചിക്കണം. ഇപ്പം സാധാരണഗതിയിൽ സ്ത്രീകളും ആദിവാസികളും ഒക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്.
നാട്ടിലൊരു കള്ള് ഷാപ്പ് വന്നു കഴിഞ്ഞാൽ കള്ള് ഷാപ്പ് മാറ്റുന്നതിന് വേണ്ടി ഏറ്റവും വലിയ സമരപാതയിലെത്തുന്നത് സ്ത്രീകളാണ്. ഒപ്പം തന്നെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ, പരിസ്ഥിതിക്ക് ആഘാതം സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സമരങ്ങളിൽ വ്യാപൃതരാകുന്നത് സ്ത്രീകളാണ്. അയ്യപ്പ മണിക്കരുടെ ശാന്ത എന്ന് പറയുന്ന കവിതയിൽ കുട്ടികൾക്ക് കുടിക്കാൻ ശുദ്ധജലമില്ല എന്ന് പറയുന്ന ശാന്തയെ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സമരങ്ങളിലെ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ നിലയിൽ കേരളത്തിൻ്റെ പല ഭാഗത്തും സ്ത്രീകളുടേതായിട്ടുള്ള വലിയ കൂട്ടായ്മകൾ രൂപപ്പെടുത്തുന്നുണ്ട്. ആ വലിയ കൂട്ടായ്മകളിലൊക്കെ കാണുന്ന ഒരു സ്ത്രീ സാന്നിധ്യം വലിയ ഒരു ഊർജമാണ്. അപ്പോൾ സ്ത്രീകൾ ഇങ്ങനെ പ്രാദേശികമായി സംഘടിപ്പിക്കപ്പെടുന്ന സമരങ്ങളിലാണ് ആദ്യമായി അവരുടെ ഊർജം വിനിമയം ചെയ്യുന്നത്. ആ ഊർജത്തിൻ്റെ കരുത്തിൽ നിന്നാണ് പിന്നീട് മുഖ്യധാരയിലേക്ക് സ്ത്രീകൾ വരുന്നത്. അപ്പോൾ വാസ്തവത്തിൽ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ പരിസ്ഥിതി സമരങ്ങളുമായി ബന്ധപ്പെട്ട സ്ത്രീകൾക്കുണ്ടായ ഒരു ദൃശ്യത പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്തതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ ഒരു സംരംഭം എന്ന് പറയുന്നത് ചാലിയാറിനെ മലിനീകരിച്ച മാവൂർ റയോൺസിൽ നിന്നുള്ള മാലിന്യ പ്രശ്നമാണ്. എന്ന് മാത്രമല്ല, നീറ്റ ജലാറ്റിൻ ഫാക്ടറിയിൽ നടന്ന സമരം, പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ ധാരാളം സമരങ്ങൾ, സൈലന്റ് വാലി, അതിൽ നിലം നികത്തൽ, മാലിന്യം കുമിഞ്ഞുകൊള്ളുന്ന ധാരാളം സമരങ്ങളിൽ സ്ത്രീകളുടെ ഒരു സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സ്ത്രീയുടെ സാമൂഹിക ജീവിതത്തിന് നൽകുന്ന ഊർജം വളരെ വലുതാണ്. യഥാർത്ഥത്തിൽ ഇന്ന് അന്തർദേശീയ വനിതാ ദിനമൊക്കെ ഇങ്ങനെ ആചരിക്കുമ്പോൾ സ്ത്രീ എങ്ങനെയാണ് മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകുന്നത് എന്ന് നമ്മൾ വളരെ സൂക്ഷ്മമായി ആലോചിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും അധികം വിദ്യാഭ്യാസമുള്ള, സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ സ്ത്രീ സാക്ഷരത വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് മാത്രമല്ല, കേരളത്തിലെ വിദ്യാഭ്യാസ ലോകമെടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്ത്രീയുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ധാരാളം സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, കേരളത്തിലെ സാധാരണ വിദ്യാഭ്യാസ പ്രക്രിയയിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നേടുന്നതിൻ്റെ അളവ് വളരെ കൂടുതലാണ്. പക്ഷെ അവരുടെ തൊഴിൽ പങ്കാളിത്തം ഗണ്യമായ നിലയിൽ കുറവുമാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു അന്തരം നിലനിൽക്കുന്നുണ്ട്. വിദ്യാഭ്യാസം നേടിയ സ്ത്രീ തൊഴിലിടങ്ങളിൽ എന്തുകൊണ്ട് പുറകേക്ക് പോകുന്നു, അല്ലെങ്കിൽ തൊഴിൽ പങ്കാളിത്തം എന്തുകൊണ്ട് സ്ത്രീകളുടെ കുറയുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനെ ഞാൻ ഈ സംഭാഷണത്തിന് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ച ചില വസ്തുതകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം പല പദവികൾ വഹിക്കേണ്ടി വരുമ്പോൾ അവരുടെ സർഗാത്മകമായ, അവരുടെ സാമൂഹികമായ ജീവിതം പല ഘട്ടങ്ങളിലും ചുരുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചുരുക്കപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് ഈ ദൃശ്യത എന്ന് പറയുന്ന വശം, അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ വശം ഏറെ പ്രസക്തമാകുന്നതും എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്ന് കലാലയങ്ങളിലും സർവകലാശാലകളിലും ഒക്കെ എത്തപ്പെടുന്ന വിദ്യാർത്ഥിനികൾ അവരുടെ ഒരു ഭാവിയിലേക്ക് ആലോചിക്കുമ്പോൾ ഒരിക്കൽ പോലും ദൃശ്യമായതിനെ കയ്യെത്തിപ്പിടിക്കുക എന്നുള്ളൊരു സമീപനം സ്വീകരിക്കുന്നില്ല. മറിച്ച് അക്കാദമികമായ വളർച്ച എന്ന് പറയുന്നത് കേവലമായ ചില ഗ്രേഡുകൾ നേടുന്നതിനപ്പുറത്തേക്ക് രാജ്യമിക അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളെയും നേരിടാനുള്ള ഒരു കരുത്തിലേക്ക്, അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന നിലയിലേക്ക് പോകുന്നില്ല എന്നുള്ളത് നമ്മുടെ സാമൂഹിക ജീവിതത്തിൻ്റെ മേലെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ കരുതലാണ്. അതിന് ദൈനംദിനമുള്ള രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സ്ത്രീ ജീവിതത്തിന് ദൃശ്യത ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിലെ അധികാരം എങ്ങനെയാണ് സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അധികാരത്തിൻ്റെ വഴി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം പലപ്പോഴും ഉണ്ടാവുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല കുടുംബശ്രീ പോലെയുള്ള സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ കുടുംബശ്രീയിലേക്കൊക്കെ ആകൃഷ്ടരായി വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു നേർക്കാഴ്ച നൽകുവാനായിട്ട്, അല്ലെങ്കിൽ ലിംഗനീതി എന്താണ് എന്നുള്ള ഒരു ബോധ്യമുണ്ടാക്കി കൊടുക്കുവാനുള്ള ശ്രമങ്ങൾ വളരെ സജീവമായിട്ട് തന്നെ നമ്മൾ തുടരേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ആ നിലയിൽ പരുവപ്പെടുന്ന സ്ത്രീകൾക്ക് വലിയ ഒരു അവസരം കൊടുക്കുവാനുള്ള ഒരു സാമൂഹിക സാഹചര്യവും കൂടി നമ്മുടെ നാടുകളിൽ സംജാതമാവേണ്ടതുണ്ട്. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്പൂതിരി കുടുംബങ്ങളിലുള്ള സ്ത്രീകളെ അരങ്ങത്തെത്തിക്കുവാനായിട്ട്, വലിയ അടുക്കളയിൽ കിടന്നിരുന്ന നരകിച്ചിരുന്ന സ്ത്രീകളെ അരങ്ങത്തെത്തിക്കുവാനായിട്ട് അദ്ദേഹം വലിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചു. അരങ്ങത്തെത്തിയ സ്ത്രീകളെ അദ്ദേഹം തൊഴിൽ കേന്ദ്രത്തിലേക്കും എത്തിച്ചു. കാരണം അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ട് കിടന്നിരുന്ന ജീവിതത്തെ, സ്ത്രീ ജീവിതങ്ങളെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള ഒരു നാടകം സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു വലിയ ദൃശ്യത നൽകിയത്.
അരങ്ങത്തെത്തിയ സ്ത്രീ ഇങ്ങനെ പകച്ചു നിന്നപ്പോൾ അവരെ തൊഴിൽ കേന്ദ്രത്തിലേക്ക്. അപ്പം വാസ്തവത്തിൽ സ്ത്രീയുടെ ലോകമെന്ന് പറയുന്നത് അടുക്കള മാത്രമല്ല, അടുക്കളയിൽ നിന്ന് അവരെ സാമൂഹിക ജീവിതത്തിൻ്റെ ദൃശ്യതയിലേക്ക് എത്തിച്ചു, സാമൂഹിക ജീവിത ദൃശ്യതയിൽ നിന്ന് അവരെ തൊഴിൽ കേന്ദ്രത്തിലേക്ക് എത്തിച്ചു. പക്ഷേ എന്നിട്ടും കേരളീയ സ്ത്രീ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ സ്ത്രീ ജീവിതത്തിൻ്റെ ദൃശ്യത എന്ന് പറയുന്നത് ഇത് പരസ്പരം ഇഴചേർന്ന് നിൽക്കുന്ന നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കും അരങ്ങിൽ നിന്ന് തൊഴിൽ കേന്ദ്രത്തിലേക്കും എത്തിച്ച ഒരു സാമൂഹിക നവോത്ഥാനം പിൻപറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബോധ്യങ്ങൾ നമുക്കുണ്ടാകുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ഇനിയും ഏറെ വിപുലമാകേണ്ടതുണ്ട്. അപ്പോൾ ആ നിലയിലുള്ള ഒരു സാമൂഹിക പ്രക്രിയയെ അഭിസംബോധന ചെയ്യുവാനായിട്ട് ഈ വനിതാ ദിനത്തിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.